പുറത്തുകൊണ്ടുവരുന്ന ദൈവമാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കൂടോടെ പുറത്തു വരികയാണ്, കൂടോടെ പുറത്തു വരികയാണ്. ഏകദേശം 4 മാസത്തിനകം ഇതിനകത്തുനിന്ന് മാറ്റം ഉണ്ടായാൽ പോലും ഒരിക്കലും നിന്നെ വഴിയുന്ന ദൈവമല്ല. ഒരു പുതിയ ഹോളൊരുക്കി, പുതിയ നന്മയൊരുക്കി, ഒരു ഉയർച്ച ഒരുക്കി മാറ്റുവാൻ എനിക്ക് കഴിയും. ഇവിടുന്ന് അങ്ങോട്ടേക്കോട്ട് മാറാനാണ് ദൈവത്തിന്റെ പദ്ധതി. ഇവിടുന്ന് പട്ടണത്തിലോട്ട് കയറാനാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടുന്ന് ഒതുങ്ങത്തില്ല. ഇത് പൊട്ടാൻ പോവുകയാണ്. ഇത് പൊട്ടി പുറത്തു വരാൻ പോവുകയാണ്. പ്രാർത്ഥനയിൽ ഉപവാസമില്ലെന്ന് ഉദരത്തിനകത്ത് വരാൻ പോകുന്ന തലമുറകളെ വഹിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ, ദൈവമക്കളെ ചെല്ലൊക്കെ പുറത്തു വരാൻ പോവുകയാണ്. ചുമ്മാതൊന്നും വന്നവരല്ല നമ്മളെ ദത്തെടുത്തതാണ്. എന്തു കൊടുത്തിട്ടാ ആഭേലിന്റെ രക്തത്തെക്കാൾ പുണ്യാഹമായി സംസാരിക്കുന്ന നസറായിയുടെ രക്തം കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങി നമ്മളെ മുദ്രയിട്ട് ദൈവത്തിന്റെ വകയാണെന്ന് സാത്താന്റെ ലോകത്തോട് ദൂത് പറഞ്ഞ കൽപ്പന പുറപ്പെടുവിച്ച ഒരു നസറായ നമ്മളപ്പനാരാണ്? സാത്താനെ ജയിച്ചവനാണ് എന്റെ അപ്പൻ. ക്രൂശിന്റെ മൂട് കൊണ്ട് അവന്റെ തലവണത്ത വാല് മാത്രമാക്കി കൊടുത്ത എന്റെ ഒരു ദൈവം, അവൻ നസറായനാ. സ്തോത്രം പറഞ്ഞാട്ട് ദൈവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാമോ? നിന്റെ ബുദ്ധിക്ക് നീതിയുള്ളവനായ ദൈവം. തിരിക്ക് നാളെ കൈ കൊടുത്തു പോകാൻ രക്തം കൊടുത്തു മേടിച്ചു ഒന്നോടപ്പ രക്തം കൊടുത്തു മേടിച്ചു. ഇനി പറ, നിനക്ക് അത്രത്തില്ലയോ? നിനക്കൊരു അപ്പുരില്ലയോ? നീ അത്രത്തില്ലാത്തവളല്ല, നീ അത്രത്തില്ലാത്തവനല്ലോ. ആര് തള്ളിയാലും നമ്പുരാന്നുള്ളത്തില്ല. ആരിറക്കി വിട്ടാലും ദൈവം ഇറക്കി വിടത്തില്ല. ആര് നിങ്ങളുടെ വെണ്ടിയിലേലും ദൈവം മിണ്ടാതിരിക്കത്തില്ല. വീട്ടിൽ കൈ കൊടുത്ത് പറ, എനിക്കൊരു അപ്പനുണ്ടെന്ന് പറ. ഹൃദയം പൊട്ടിയും പറ, അകത്തെന്ന് പറ, എനിക്കൊരു പിതാവുണ്ട്, എനിക്കൊരു പിതാവുണ്ട്, എനിക്കൊരു പിതാവുണ്ട്. അക്രിയാവും തോമസും കുട്ടിയും മത്തായിയൊന്നുമല്ല എന്റെ പിതാവ്. എന്റെ പിതാവ് എനിക്ക് വേണ്ടി രക്തം തന്നവനാ. എന്റെ പിതാവ്, എനിക്കൊരു പിതാവുണ്ട്. ഇനി നിങ്ങൾ പറ, നിങ്ങൾ അനാഥരാണോ? നിങ്ങൾ പറ, ഇനി നിങ്ങൾ ആരുമില്ലാത്തവരാണോ?
അതുകൊണ്ടാ ബൈബിൾ പറഞ്ഞ സഭയൊരു കുടുംബമാണ്, സഭയ്ക്കൊരപ്പനുണ്ട്. ഇവിടെ കൂടി വരുന്ന ഒരു അന്യനല്ല കേട്ടോ, ഇവിടെ കൂടി വന്ന നമ്മളെല്ലാം ഒരു കുടുംബം, നമ്മളെല്ലാം ഒരു കുടുംബമാണ്. ഒരു സഹോദരിയുടെ വേദന എന്റെ വേദനയാണ്, ഒരു തലമുറയുടെ വേദന എന്റെ വേദനയാണ്. പറയാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ ഈ കുടുംബത്തിലെ അംഗമാ, നിങ്ങൾ ഈ കുടുംബത്തിലെ അംഗമാ. രോഗത്തെ അവൻ സൗഖ്യമാക്കും. നിന്റെ അസ്ഥികളിൽ കുടിവിട്ട് അവസ്ഥകൾ ഞാൻ മാറ്റും. നിന്റെ ക്ഷീണങ്ങളെ ഞാൻ പൂത്തൊറിയും. ഞാൻ പുറത്തു കൊണ്ടുവരും. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ മാറട്ടെ. ഉള്ളിക്കാലത്തക്ക രീതിയിൽ കൈകാലികൾക്ക് ഫലമിയായിരിക്കട്ടെ. വ്യക്തിപരമായ ദൂതുകൾ ഇങ്ങനെ വെളിപ്പെട്ടത് തിരിക്കുകയാണ്. പക്ഷേ വചനത്തിന്റെ ഒരു പരിപാടിക്ക് ഞാനില്ല, എനിക്ക് വചനം പറയാതൊരു നിവൃത്തിയില്ല. സ്തോത്രം പറഞ്ഞാൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾ മീറ്റിംഗ് കഴിയും എൻ്റെ അടുത്ത് വന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്തോത്രം പറയാം. Praise the Lord. 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 എല്ലാ പ്രവാചകന്മാരെ പോലെ നിങ്ങൾ എന്നെ ഒരിക്കലും കാണരുത്. സ്തോത്രം. ദൂത് പറഞ്ഞാൽ നിനക്ക് വിടുതല. സ്തോത്രം പറഞ്ഞാൽ കാരണം നീ നഷ്ടപ്പെട്ടു ബോധത്തിലെന്ന് പറയാനാ ദൈവം നിങ്ങോട്ട് അയച്ചത്. ഈ സമയത്തൊക്കെ നിനക്കൊരു ടെൻഷനും വേണ്ട. ഇത് നീ ടെൻഷൻ അടിക്കുന്നത്, ഇത് വളരുന്ന സമയമാണ്, ഇത് വളർത്തുന്ന ദൈവമാണ്. സ്തോത്രം പറഞ്ഞാട്ടെ, എന്റെ ദൈവത്തിന് നല്ലവനാ. രക്തം കൊടുത്ത് വിലയ്ക്കമായിട്ട് തമ്പുരാൻ പറഞ്ഞു, ചുമ്മാ തോന്നി പപ്പ തന്നെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ രക്തം കൊടുത്ത് തന്നെ വിലയ്ക്ക് വാങ്ങി ശരിയാ, പക്ഷെ ചുമ്മാ നീ ഡാഡിയോ അമ്മാമോ പിതാവോ പപ്പാന്നോ നീ വെറുതെ 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 നീ വിളിക്കേണ്ട കാര്യമില്ല. വീണ്ടും ദൈവാമോ എന്തോ പേരെന്തുവാ സ്ഥിതി, എന്റെ സ്ഥിതി നിന്നോടാണോ വ്യക്തമായിട്ട് പറഞ്ഞു, നീ അനാഥനല്ല. ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നതാണ്. നീ ഒറ്റപ്പെടത്തൊന്നുമില്ല. ശക്തിയേറിയ ശുശ്രൂഷ നിന്നോട് കിടക്കുക. വെറുതെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് വെറുതെ നീ അപ്പാന്ന് വിളിക്കണ്ട. ഒരു തമ്പുരാൻ ഒരു പരിപാടി ചെയ്ത് സ്വർഗത്തിൽ ചെന്നത്തെ പിതാവിനോട് അനുവദിച്ച് പരിശുദ്ധാത്മാവിനെ വാങ്ങി അവൻ ജനത്തിന്റെ ഉള്ളിൽ കൊടുത്തു.
അതുകൊണ്ട് പരിശുദ്ധ വ്യക്തമായി എഴുതിയത് സ്തോത്രം, നിങ്ങൾ പുത്രത്വം പ്രാപിച്ചു. എങ്ങനെ പുത്രത്വം പ്രാപിച്ചു? ആത്മാവകത്തു വന്നപ്പോൾ അവൻ അബ്ബാന്ന് വിളിച്ചു. പ്രാർത്ഥിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവമക്കളെ പഴയ നിയമത്തിൽ ആരെങ്കിലും അബ്ബാപിതാവെന്ന് വിളിച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? പഴയ നിയമത്തിനകത്ത് വെളിപ്പെട്ടത് ഒരു ബഹുമാനമാണ്. എങ്കിൽ പോലും ആ ബഹുമാനം ഉടലെടുത്തൊരു ഭയത്തു നിന്ന് ന്യായപ്രമാണം പറഞ്ഞ് മോഹിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, നിങ്ങൾക്കൊരു വിഗ്രഹം ഉണ്ടാകരുത്, അരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ചെയ്തില്ല എന്നല്ല. ദൈവത്തോടുള്ള ഭയനിമിത്തം അവർ പറഞ്ഞില്ല. ദൈവത്തിൽ മുഴുവനും മൂടാപ്പൂ ഒരു മാറാല പോലെ കിടക്കുന്ന ഒരു ഭയത്തിന്റെ ചിറക് ദൈവത്തിനകത്ത് വെളിപ്പെട്ട സഹോദരന്മാര് ഒരു ഭയമാണ്. അതുകൊണ്ടാണ് കോരപുത്രന്മാർ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമേ തിരുനിവാസമെത്ര മനോഹരം എന്ന് വെച്ചാൽ അകത്ത് കയറാൻ ആഗ്രഹമുണ്ട്, ഒരു ഭയം നടക്കുകയാണ്. അതുകൊണ്ടാണ് പാപം ചെയ്യാതിരിപ്പി, പാപത്തെക്കാളും നിനക്കൊരു മെടുക്കം വേണം. ദൈവത്തെ കണ്ട പുറത്തിറങ്ങിയ അബ്രഹാം തമ്പുരാനെ വിളിച്ചത് കർത്താവായ ദൈവമേ. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തെ നേരിട്ട് യഹോവയെന്ന് വിളിക്കാറില്ലവര്. വിളിച്ചിട്ടുണ്ടെങ്കിൽ ചില 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 സമയങ്ങളിലേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് പോലും തമ്പുരാനെ കുറിച്ച് ബഹുമാനത്തോടെയാണ് സംസാരിച്ചത്. നമ്മുടെ ദൈവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? മാത്രം പറഞ്ഞാട്ടെ. പഴയ നിയമത്തിൽ മോശയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. സങ്കീർത്തനത്തിന് 90-ാം സങ്കീർത്തനം. തലമുറയുള്ള നീ എന്റെ സങ്കേതമാകുന്നു. ആദ്യത്തെ വാക്ക് കർത്താവേ, കർത്താവെ എന്ന വിളി നിങ്ങൾ ശ്രമിച്ചു. ഒരു ഭയം. ദാവീദിന്റെ സങ്കീർത്തനങ്ങളോ വായിച്ചു നോക്കിക്കേ. രക്ഷിക്കണമേ, കരുതണമേ, എന്നെ വെടിവെക്കണമേ. കണ്ടോ കണ്ടോ കണ്ടോ? ഒരു ഭയം, ഒരു ഭയം. പഴയ നിയമത്തിൽ മുഴുവനും വ്യാപരിച്ച ഭയം. പ്രവാചകന്മാരെ ശ്രദ്ധിച്ച് ദൂത് പറയുന്ന പ്രവാചകന്മാരെ അവര് തമ്പുരാനെ യഹോവയെന്ന് വിളിക്കത്തില്ല. സൈന്യങ്ങളുടെ ദൈവം, സൈന്യങ്ങളുടെ യഹോവ. കണ്ടോ? എന്തെങ്കിലുമൊക്കെ നാമങ്ങൾ ചേർത്തു മാത്രമേ ദൈവത്തെ അവരെ വിളിക്കത്തുള്ളൂ. എന്താ കാര്യം? അവർ ദൈവത്തെ കണ്ടവരാ. ഫറവോന്റെ കൂട്ടത്തിൽ നിന്നും ആ ഗ്രൂപ്പിൽ നിന്നും കുറെ എണ്ണത്തെ വെള്ളത്തിനകത്ത് മുങ്ങിക്കൊന്നു. ഫറവോനെയും കൂട്ടരെ വെള്ളത്തിനകത്ത് മുങ്ങിച്ചത്തു. ഇത് മോശയും കൂട്ടരെയും കണ്ടു. അവർക്ക് മനസ്സിലായി ദൈവം ന്യായവിധിയുടെ ദൈവമാണ്. പഴയ നിയമത്തിലെ നിൽക്കുന്നു, മരിച്ചു വീഴുന്നു. പഴയ നിയമം മുഴുവൻ യുദ്ധക്കളം, ചോരക്കളം, രക്തക്കളം. മറന്നു പോകില്ല, ദൈവം ന്യായവിധിയുടെ ദൈവം. നിങ്ങൾ ഇനിയും പറ, അവരെ കാട്ടി എത്ര ഭാഗ്യമുള്ളവരാണ്. ഭയത്തിന്റെ മാറാല, ഒരു ഭയത്തിന്റെ നിഴൽ പഴയ നിയമത്തിൽ മുഴുവനും വ്യാപരിച്ചു നടത്തുമ്പോൾ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ തിരശ്ശീല രണ്ടായിട്ട് കീറിയിട്ട് ആ വിശുദ്ധ മന്ദിരത്തിനകത്തേക്ക് കയറി അഭിഷേകം പ്രാപിച്ച വെളിപ്പാട് പ്രാപിച്ച പൗലോസ് വിളിച്ചു പറയുകയാണ്, ഇനി നിങ്ങൾ ഭയത്തോടെ കൃപാസനത്തിലേക്ക് വരാനല്ല, ധൈര്യത്തോടെ വരണം, ധൈര്യത്തോടെ വരണം, ധൈര്യത്തോടെ വരണം, ധൈര്യത്തോടെ വരണം, ഭയത്തോടെ വരാനല്ല, ധൈര്യത്തോടെ വരണം, ധൈര്യത്തോടെ വരണം, ധൈര്യത്തോടെ വരണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ യാതൊരു ദാസ്യത്തിന്റെ ആത്മാവല്ല, ധൈര്യത്തിന്റെ ആത്മാവാ, സുബോധത്തിന്റെ ആത്മാവാ. പരിണിമത്തിലെ ഭയമാറി, ഭയത്തിനുണ്ടായ ബഹുമാനം മാറി. നിയമത്തിൽ നമുക്ക് ദൈവത്തെ ബഹുമാനം ഇല്ലയോ?
അതുകൊണ്ട് എനിക്ക് ദൈവത്തെ ഭയങ്കര ബഹുമാനമാണ്. ഈ ബഹുമാനം എവിടെ നിന്ന് ഉണ്ടായത്? ഭയത്തിനല്ല, അത് സ്നേഹത്തിനുണ്ടായ ബഹുമാനം. പറഞ്ഞാൽ എന്റെ ഭൂമിനെ അപ്പനെ ഞാൻ ബഹുമാനിക്കും. ഭയം കൊണ്ടല്ലോ, എനിക്ക് എന്റെ അപ്പനോട് സ്നേഹമുണ്ട്. ഇന്ന് പറഞ്ഞ് പൂർണ്ണ മനസ്സിലാക്കണം. നസ്രായനെ സ്നേഹിച്ചു ബഹുമാനിക്കണം, സ്നേഹിച്ചു ബഹുമാനിക്കണം. ഭയത്തിൽ അല്ല നിൽക്കേണ്ടത്, തികഞ്ഞ സ്നേഹം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഭയമുണ്ടോ? ഓക്കെ, ഇവിടെ മതി, ഇവിടെ മതി, ചോര കളഞ്ഞിട്ടാ ദൈവസ്ഥയിൽ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ദൈവത്തിന് കുറെ കുഞ്ഞുങ്ങളാണെങ്കിലും ആരാണെങ്കിലും സത്യയോടെ ഇരിക്കും. ആ മക്കളെ അങ്ങനെ പഠിപ്പിക്കാം, അങ്ങനെ പഠിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കൈകരിക്കാൻ ഞാൻ കുറ്റം പറഞ്ഞോ? ഇല്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ ഞാൻ കുറ്റം പറഞ്ഞോ? ഇല്ല. ഒറ്റ നിർബന്ധയോട് ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഈ വചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കും. കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്നോട് പറഞ്ഞ് ദൂതമില്ല. സ്തോത്രം പറഞ്ഞാൽ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ അടുത്തിരിക്കുന്ന ആളെ കൈകൊടുത്തതുകൊണ്ടാണ് എന്റെ അകത്ത് വ്യാപരിക്കുന്ന ഭയത്തിന്റെ ആത്മാവല്ല, ധൈര്യത്തിന്റെ ആത്മാവ. വിശുദ്ധ മന്ദിരത്തിലേക്ക് എങ്ങനെ തീർച്ചണം? ഭയത്തോടെയാണോ? ദൈവത്തോടുള്ള ബഹുമാനം എങ്ങനെയാണ്? പഴയ നിയമത്തിൽ പാപം ചെയ്യാൻ ഭയം കൊണ്ടാ. പുതിയ നിയമത്തിൽ പാപം ചെയ്യാത്തോ നരകത്തിൽ പോകുന്ന പേടി കൊണ്ടാണ്. ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം എനിക്ക് പാപം ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ വെളിപ്പാട് അകത്ത് കയറുന്നുണ്ട്. ദൈവത്തോടുള്ള ആഴമുള്ള സ്നേഹം കാരണം എനിക്ക് പാപം ചെയ്യാൻ പറ്റില്ല. പുതിയ നിയമത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞ